കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. അപ്പോൾ ഇനി നമുക്ക് ഗുരുവായൂരപ്പനെ കാണണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് നമ്മുടെ ഭക്തരെ കാത്തിരിക്കണമെന്ന് അറിയില്ല. കാരണം അമ്പാടിയിലെ വേഷങ്ങളാണോ അതോ മറ്റേതെങ്കിലും ആണോ, ആ മായക്കണ്ണൻ എന്ത് തീരുമാനത്തിലാണ് ഇരിക്കണതെന്ന് അറിയില്ല. ഇന്നിപ്പോൾ കളഭം കൊണ്ടുള്ള അലങ്കാരത്തിലേ നമ്മളെ മുന്നിൽ ഏത് രൂപത്തിലാണ് അവതരിക്കുകയെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഒരു മുൻവിധിയില്ല ഏത് രൂപം ഉണ്ടാവുകയെന്നേ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വരാം. അങ്ങനെ വന്ന് നമ്മൾ നേരെ അത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് അങ്ങനെ സർവ്വവിഘ്നങ്ങൾ മാറ്റി തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരമൊക്കെ കാണാം. അതേപോലെ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ കാണാം. അതിങ്ങനെ സ്വർണം പതിച്ച് അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും കാണാം. പിന്നെ ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഗജരാജൻ ഉണ്ടായിരുന്ന ഗോകുല് മരണപ്പെട്ടു. അപ്പോൾ അതൊക്കെ ഓരോരോ കാരണം ആനയോട്ടത്തിൽ വിജയിച്ചിരുന്ന കൊമ്പനാണ് ഗോകുലെന്ന കൊമ്പൻ. ആനത്താവളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഓരോ സമയങ്ങളാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. നമുക്കിങ്ങനെ തൊഴാൻ പോകുമ്പോൾ ഇന്നലെ പറയണമെന്ന് വിചാരിച്ചാൽ ഇന്നലെ 12 രൂപ സമയത്തായിരുന്നു, പിന്നെ അത് മറന്നു. അങ്ങനെ നമ്മൾ ഭഗവാന്റെ അവിടേക്ക് ഇങ്ങനെ കയറുമ്പോൾ, വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ ഭാഗത്തുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. ആ പീഠം കാണാം. അതേപോലെ കിടാവിളക്കും കാണാം. വലതേ ഭാഗത്തുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത, മേൽപ്പത്തൂരിന് കാണിച്ചു കൊടുത്ത ആ തൂണ് നോക്കിയിട്ടൊന്ന് അവിടെയും സ്മരിക്കുക. എന്നിട്ട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ നിറയെ പ്രകാശം ഇങ്ങനെ കാണാം. ആകെ പ്രകാശമാണ്. അങ്ങനെ നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാളത്താറ് പോലെ അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു ഉണ്ണി. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ കൈവളകൾ, തോൾവളകളൊക്കെ കാണാണ്ട്. അങ്ങനെ ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഇന്നിപ്പോൾ ആനയുടെ എന്താ പറയുക, നെറ്റിപ്പട്ടാണ് കയ്യിൽ. ആനയ്ക്ക് കൊണ്ട് ചാർത്താൻ വേണ്ടി പോവുക കേട്ടോ. ആനയായിട്ട് നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ ആന ഇന്നിപ്പോൾ ശീവേലിക്ക് എഴുന്നള്ളിക്കാൻ വരുമ്പോഴേ ഇത് ഞാൻ വേഗം പോയിട്ട് ആ നെറ്റിപ്പട്ടം അണിയിപ്പിക്കട്ടെ നമ്മുടെ കുഞ്ഞാനയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് പോകാൻ നിൽക്കുന്നത്. ആളാ ഒരു സന്തോഷത്തിലാണ്, വളരെ സന്തോഷമായിട്ട്. ആ ചിരിയൊക്കെ കണ്ടാൽ എന്താ രസം എന്നറിയാം. ചെറിയ കുട്ടി ഇങ്ങനെ നെറ്റിപ്പട്ടമൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ വളരെ വളരെ മനോഹരമായ കാഴ്ച. എന്ത് രസമാണെന്നറിയാം. കൗതുകത്തിലാണ്. ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ചാർത്തിയിട്ട് വേണേ നമ്മളെ ശീവേലി അങ്ങോട്ട് നടക്കാൻ എന്നാണ് പറയണത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശീവേലി നടക്കാൻ അപ്പോൾ ഇതാണ് കൊണ്ടുപോയിട്ട് ചാർത്തിയിട്ട് വേണം എനിക്ക് അതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ എന്നാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. പിന്നെ നോക്കുമ്പോഴോ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ തിരുമുടി മാലകൾ 2 തെച്ചിയും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അതേപോലെ വലിയ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലകൾ എന്താ വെച്ചാൽ തെച്ചി, തുളസി, വെളുത്ത പൂവ് അങ്ങനെ. അതേപോലെ പിന്നെ ഒന്നിൽ താമരയും കൂടിയിട്ട്. പിന്നെ കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു നടുവിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടാണ്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 തുളസി മാല ഉണ്ട്, ഒരു താമരമാല ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ള കാഴ്ച. നമ്മളെ പൊന്നുണ്ണി ഇങ്ങനെ ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടാൻ വേണ്ടി പോകുന്ന ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം, നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ അങ്ങോട്ട് എത്തിച്ചാൽ അതിനുള്ള മറുമരുന്ന് അവിടെ നിന്ന് തന്നെയാണ് കാണിച്ചു തരും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങി സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം, തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ ചുവരിൻ്റെ മുകളിലുള്ള
ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്തൊന്നും വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വന്ന് നമുക്ക് സുഖമായിട്ട് ദർശനമാവാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ കൊമ്പ് തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. മുഖമൊക്കെ കളഭം കൊണ്ട് പൊതിഞ്ഞു, ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു വെളുത്ത, അതായത് പാവ് കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ ചന്ദനം, അതായത് എന്താ പറയുക, കദളിപ്പഴം വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ അവിടുത്തെ അലങ്കാരം. അതേപോലെ ധാരാളം താമരപ്പൂക്കളും തുളസിപ്പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഭാഗത്ത് കറുകമാലയും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഗണേശൻ്റെ അലങ്കാരം. എല്ലാവരും ഗണേശനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണാം. ആ പുതിയ ഫോട്ടോ കാണാം. അപ്പോൾ സരസ്വതി ദേവീനെ പ്രാർത്ഥിച്ചോളൂ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് നമ്മളിങ്ങനെ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ വരാഹമൂർത്തിയുടെ ഒരു സൈഡിലേക്ക് നോക്കിയാൽ നമ്മുടെ കുറൂരമ്മയും ഉണ്ണിക്കണ്ണനെയൊക്കെ കാണാം. പിന്നീട് അവിടുന്ന് മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കാണാം. മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാനായിട്ട് പോരുമ്പോൾ എന്താ പറയുക, പാദത്തിൻ്റെ അവിടെ എത്തിയിട്ട് അവിടുന്ന് നോക്കിയാൽ നന്നായിട്ട് കാണാം. അപ്പോൾ അവിടുന്ന് നന്നായിട്ട് തൊഴുക. അവിടെയും ധാരാളം പൂക്കളുണ്ട്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. കൃഷ്ണനെന്ന് തുളസിമാല, അങ്ങനെ 2 തുളസിമാല ഉണ്ട് വലിയ കട്ടിയിൽ. പിന്നെ ആരോ ഒരു ലിഖിതമാലയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ മുരുകൻ്റെ അടുത്ത് വന്നാൽ അവിടെ ഭസ്മം മാത്രമേ ഉള്ളൂ. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരാം. അവിടെ നിന്ന് എന്താ വെച്ചാൽ കുറച്ച് കുങ്കുമമുണ്ട്, ഒരു ലിഖിതമാല ഉണ്ട്, ഒരു വെറ്റിലമാലയുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെയും കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് നൃത്ത അറയിൽ നോക്കിയാൽ അവിടെ ഇങ്ങനെ ദീപം ഇങ്ങനെ ആടി കളിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യാമെന്ന് നമുക്കിങ്ങനെ മനസ്സിൽ വിചാരിക്കുക. പിന്നീട് അങ്ങനെ മണിക്കിണറും അതേപോലെ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും അതേപോലെ മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നതിന് ശേഷം ചന്ദന തീർത്ഥമൊക്കെ വാങ്ങാനായിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ പോവാം. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ഭഗവതിയുടെ അടുത്തേക്ക് വരണം. എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോരാം. ഭഗവതിയുടെ അടുത്തൊന്നും തിരക്കില്ല. അങ്ങനെ നോക്കി നോക്കുമ്പോൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മുഖത്തൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ട് വലിയ കണ്ണായിട്ട് ഇങ്ങനെ കണ്ണെഴുതി പൊട്ട് തൊട്ടിട്ട് ഇങ്ങനെ വളരെ സുന്ദരിയും അതീവ സുന്ദരിയായിട്ടാണ്. നല്ല സ്വർണത്തിൻ്റെ മാലകൾ 2 മാലകളുണ്ട്. അതേപോലെ കാതിൽ കടുക്കനൊക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്. വലിയ വട്ട പൊട്ടൊക്കെ ഇട്ടിട്ടാണ് അമ്മ കാത്തിരിക്കുന്ന മക്കളേനെ. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അവിടുത്തെ ദർശനം കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി നമുക്ക്
ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാണാം. പിന്നെ അങ്ങനെ കൂത്തമ്പലത്തിൽ വന്ന ആ കിടാവിളക്ക് കണ്ടു തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് നോക്കുക. അവിടെയുണ്ട്, മുഖമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്, നന്നായിട്ടുള്ള ആ കിരീടമൊക്കെ വെച്ചിട്ട് വലിയ സ്വർണത്തിൻ്റെ മാലയൊക്കെ ചാർത്തിയിട്ടാണ് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അങ്ങനെ അയ്യപ്പസ്വാമിയും കണ്ട് തൊഴുത് അവിടുന്ന് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ അങ്ങനെ വന്ന് നമുക്ക് ആ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ വരുമ്പോൾ രുദ്രതീർത്ഥത്തിൻ്റെ നടുക്കായിട്ട് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം. അതിനുശേഷം നമ്മൾ നാരായണ ഹാളിൽ അവിടെ നിന്ന് പോവാം. അപ്പോൾ അവിടെ ചെന്ന പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹം കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ദേവിയുടെ അവിടെ ഒന്നുകൂടി വന്ന് തൊഴാം. പിന്നെ നമ്മൾ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് നോക്കാം. അവിടെ നിന്നിട്ട് ആ ഉണ്ണീനെ ഒന്നുകൂടി കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മഹാദേവനെയും പാർവതീതിനെയൊക്കെ മനസ്സിലിങ്ങനെ കാണുക. എന്നിട്ട് ആ പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമുക്ക് അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ വേണ്ടി നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.